രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് പ്രധാനമായിട്ടും സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഏത് കോഴ്സാണ് നല്ലത് സാറേ? അതല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് പോകുന്നതാണ് ബെസ്റ്റ്? ഏറ്റവും വേഗത്തിൽ ജോലി എവിടെയാണ് കിട്ടുക? ഉയർന്ന ശമ്പളം ഏതിലാണ് ലഭിക്കുക എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് കോഴ്സ് എടുക്കുന്നു, ഏത് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്നുള്ളതിലപ്പുറം ധാരാളം സ്കിൽസുകളും ക്വാളിറ്റീസും നേടിയെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത് കോഴ്സ് എടുത്താലും ഏത് കരിയർ സെലക്ട് ചെയ്താലും ഇന്ന് സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രം വാല്യൂ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അതോടൊപ്പം ധാരാളം സ്കിൽസുകളും ക്വാളിറ്റീസും അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ തയ്യാറാക്കിയുള്ള ധാരാളം സ്കിൽസുകളുണ്ട് പ്രയോറിറ്റി ബേസിൽ. നാം മനസ്സിലാക്കേണ്ടത്, നമ്മളിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും ഈ റിപ്പോർട്ട് പ്രകാരം 11ാമത്തെ സ്ഥാനത്തെ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് 10 കിടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ രക്ഷിതാക്കൾക്കും അതല്ലെങ്കിൽ ഉന്നത കരിയർ ലക്ഷ്യമാക്കുന്ന വിദ്യാർത്ഥികൾക്കും വല്ല ബോധവുമുണ്ടോ എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധമുണ്ടാകുകയും അതിൽ അവനവനെ എക്സൽ ചെയ്യാൻ കഴിയുമ്പോഴുമാണ് ഉന്നതമായ ജോലി കിട്ടുന്നതും കിട്ടിയ ജോലിയിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്കിൽസുകളെന്ന് കുറച്ച് സ്കിൽസുകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽസുകൾ. അതിലൊന്നാമതായിട്ട് വരുന്നത് അനാലിറ്റിക്കൽ തിങ്കിങ് ആണ്. അനാലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തെയും കീറി മുറിച്ച് പരിശോധിക്കാനും അതിനെ പാർട്സ് ആയിട്ട് മാറ്റി വെച്ചുകൊണ്ട് ആ വിഷയം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും അത് ഞാൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ എൻ്റെ മേഖലയ്ക്ക്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ എങ്ങനെ സൊല്യൂഷനാക്കി മാറ്റാമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കലാണ്. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ, ആ പ്രശ്നത്തെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് അതിനുശേഷം അതിനെ കൃത്യമായി ബ്രേക്ക് ഡൗൺ ചെയ്ത് അനാലിസ് ചെയ്ത് അതുപോലെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഗുണകരമായ രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അനാലിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളുകളെ, ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകളെ, ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെയാണ് ഏതൊരു സ്ഥാപനത്തിനും ഇന്ന് ആവശ്യമായിട്ടുള്ളത്. സർട്ടിഫിക്കറ്റുകൾക്കപ്പുറം ഈ ക്വാളിറ്റീസാണ് ഏതൊരു സ്ഥാപനം നോക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തത് റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അജിലിറ്റി എന്നുള്ളതാണ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ അവന് മാനസികമായ ഒരു കരുത്തുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിൽ നിന്ന് പിൻവലിയാനും ആ പ്രശ്നത്തിൽ മനസ്സ് കുടുക്കിയിട്ടുകൊണ്ട് അതിൽ വെറീഡാകാതെ തൻ്റെ മനസ്സിനെ പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റണം എല്ലാ കാര്യത്തിലും. എവിടെയും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ നിന്ന് അപ്പുറമായിക്കൊണ്ട് ആളുകൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച്, പ്രശ്നങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിളായി മാറാൻ സാധിക്കുന്ന ഒരു ക്വാളിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മറ്റൊന്ന് അജിലിറ്റി. എന്ന് പറഞ്ഞാൽ മാറി വരുന്ന സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അനുസരിച്ച് അഡാപ്റ്റബിൾ ആകാൻ സാധിക്കുകയും പെട്ടെന്ന് അവിടെ ഇണങ്ങിച്ചേരാനും ലയിച്ചു ചേരാനും സാധിക്കുകയും അതൊക്കെ തൻ്റെ കൂടെയുള്ളവരുമായും തൻ്റെ കൊളീഗ്സുമായും അതുപോലെ തന്നെ ആ സാഹചര്യവുമായി ഇടപഴകിക്കൊണ്ട് എൻ്റെ സ്ഥാപനത്തിന്, ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിന് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിലേക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നവരും ആയിരിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ്. പലപ്പോഴും പല ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ലീഡറാണോ എന്ന്. എന്നാൽ ഭൂരിപക്ഷം ആളുകളും അതിന് തരുന്ന മറുപടി അല്ല എന്നുള്ളതാണ്. പക്ഷെ നാം തിരിച്ചറിയണം, നാം എപ്പോഴും ജീവിതത്തിൽ ഒരു ലീഡറാണ്, നമ്മുടെ തന്നെ ലീഡറാണ് നമ്മൾ. കാരണം നാം ഓരോ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങളും നാം എടുക്കുന്ന നിലപാടുകളും നാം ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ്. അതിൻ്റെ
നല്ല ഗുണങ്ങളും അതിൻ്റെ ദോഷവശങ്ങളുമാണ് നാം അനുഭവിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റിയിൽ ചെല്ലുമ്പോഴും, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും, അവിടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്താൽ അവിടെയും ഒക്കെ നമുക്കൊരു ലീഡർഷിപ്പ് കാണിച്ചുകൊണ്ട് ഒരു ലീഡർ തലത്തിലേക്ക് ഉയർന്നു പോകാൻ നമുക്ക് കഴിയുമ്പോൾ എല്ലാവരുടെയും റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നു. മാത്രമല്ല, നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള മേഖലയിൽ നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് ലീഡേഴ്സിന് ആവശ്യമായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഉദാഹരണമായി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, സെൽഫ്ലെസ്നെസ്, ഓപ്പൺ പോസ്ചർ, അതുപോലെ എംപത്തറ്റിക്, അസേർട്ടീവ്നെസ്, ഇതുപോലെയുള്ള ക്വാളിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു ലീഡറായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായി മാറുമ്പോൾ അറിയാതെ നിങ്ങളൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ട് മാറുകയും ചെയ്യും. ഇത് ഒരു മനുഷ്യന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അടുത്ത ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. നമ്മൾ ഏതൊരു കമ്പനിയിലും ഏതൊരു സ്ഥാപനത്തിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ആക്ട് ചെയ്യാനും പറ്റുക എന്നുള്ളത്. അങ്ങനെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ക്വാളിറ്റിയുള്ള ആളുകളെയാണ് ഇന്ന് എല്ലാ കമ്പനികളും ചൂസ് ചെയ്യുക. അങ്ങനെ ആയി മാറുമ്പോൾ നിങ്ങളുടെ വാല്യൂ വർദ്ധിക്കുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊമോഷനും ഇമ്പ്രൂവ്മെൻറ്റ്സും കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മോശമായി കിടക്കുന്ന ഒരു ഏരിയയാണത്. സെൽഫ് അവെയർനെസ് തീരെ ഇല്ല എന്നുള്ളതാണ്. ആദ്യം താൻ എന്താണ്, താൻ എന്തല്ല എന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് തീരെ ഇല്ലാത്തതും ആ ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാലും അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞാലും വളരെ കൺഫ്യൂസ്ഡ് ആണ് ഏത് കോഴ്സ് ഞാൻ എടുക്കണം, ഏത് കരിയർ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും വരുമ്പോൾ തന്നെ ചോദിക്കുന്നത് ഏത് കോഴ്സാണ് സാറേ നല്ലത്, അല്ലെങ്കിൽ ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് കൂടുതൽ ശമ്പളം കിട്ടുക, എവിടെയാണ് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതൊക്കെ. ആദ്യം ചെയ്യേണ്ടത് അവനവനെ കുറിച്ചൊരു ബോധമുണ്ടാക്കുക എന്നുള്ളതാണ്. തന്നിലുള്ള കഴിവും കഴിവുകേടുകളും എന്താണെന്ന് തിരിച്ചറിയുകയും അത് കൃത്യമായിട്ട് എഴുതി വെക്കുകയും വേണം. എന്നിട്ട് തൻ്റെ കഴിവുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നേറുകയും തനിക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റാവുന്ന കഴിവുകേടുകളെ വളരെ ലളിതമായത് ആദ്യം ശരിയാക്കിയെടുത്ത് വീണ്ടും അതിലേറെ പ്രയാസപ്പെടുന്നത് ശരിയാക്കിയെടുത്ത് അതൊക്കെ തൻ്റെ കഴിവുകളിലേക്ക് കൂട്ടിച്ചേർക്കുകയും, എന്നാൽ ഒരു നിലക്കും തനിക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റാത്ത കഴിവുകേടുകൾ ഉണ്ടാവും, അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, അതിൽ മനസ്സ് കൊളുത്തിയിട്ട് പ്രയാസപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് ഏറ്റവും ആദ്യം പറയേണ്ടത് അവനവൻ്റെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിഞ്ഞ് വേണം മുന്നോട്ട് പോകാൻ. മാത്രം പോരാ, ഇതറിഞ്ഞതിന് ശേഷം അവനൊരു സെൽഫ് മോട്ടിവേഷൻ ഉള്ള ഒരാളായി മാറണം. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിട്ട് മാറണം. അവൻ ആരൊക്കെ തന്നെ ഇകയത്തുമ്പോഴും ആരൊക്കെ തനിക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോഴും എനിക്കത് പറ്റും, എനിക്കത് സാധിക്കും എന്ന് അവനവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ എന്ത് പറയുന്നോ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മൾ. എനിക്ക് സാധ്യമാണ് എന്ന് ചിന്തിച്ചാൽ എനിക്കത് സാധ്യമാകും. എനിക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്കിൽ എനിക്കത് സാധ്യമല്ല. ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഓരോ വ്യക്തിക്കും അവനവൻ്റെ മേഖലയിൽ അതിവേഗത്തിൽ മുന്നേറാൻ സാധിക്കുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് 11ഓളം ക്വാളിറ്റീസാണ്. അതിൽ 11ാമത്തേതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇതിലൊന്നും കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് എമ്പതി ആൻഡ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എമ്പത്തറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തനിക്ക് എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തനിക്ക് ഓപ്പോസിറ്റിലുള്ള ആൾക്ക് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുകയും ആ രീതിയിൽ അവനുമായി സംസാരിക്കുകയും അവനുമായി ഇടപെടുകയും ആ രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എമ്പതൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ എല്ലാ മനുഷ്യന്മാരെയും കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പരസ്പരം കലഹങ്ങളും ബഹളങ്ങളും ഇല്ലാതെ നല്ല ഒരു ശാന്തമായ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഒരു ആക്റ്റീവ് ലിസണിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളെ
കൃത്യമായിട്ടും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും കേട്ടതിന് ശേഷം നമ്മൾ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആക്റ്റീവ് ലിസണിങ് ഇല്ലാതെ എത്തിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും എമ്പത്തറ്റിക് ആകാൻ സാധിക്കുകയില്ല. തിരിച്ചറിയുക, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ആക്റ്റീവായിട്ട് അദ്ദേഹത്തെ കേൾക്കുകയും കേട്ടതിന് ശേഷം അവരിഷ്ടപ്പെടുന്ന രീതിയിൽ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് പ്രതികരിക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ യു വിൽ ബി ദ ബെസ്റ്റ്. 6 പ്രധാനപ്പെട്ട സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണമെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇത് എൻ്റെ ഐഡിയയിലൂടെ കൊണ്ടുവന്നൊരു സാധനമല്ല. വേൾഡ് എക്കണോമിക് ഫോറം 2025 പുറത്തിറക്കിയുള്ള ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 ക്വാളിറ്റീസാണ്. ഈ ക്വാളിറ്റീസ് നമ്മുടെ മക്കൾക്ക് അവരുടെ ഏർലി ഏജിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരുടെ മുന്നിലും കീഴടങ്ങാത്തവരായിരിക്കും. നിങ്ങളുടെ മക്കൾ മോസ്റ്റ് വാല്യുബിൾ ആയിട്ട് മാറും. എവിടെ ചെന്നാലും അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരെ അംഗീകരിക്കാനും അവർക്ക് ഇടമുണ്ടാകുകയും ചെയ്യും എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കരിയർ നിശ്ചയിക്കുന്നതിന് മുമ്പ്, നമ്മുടെ മക്കളുടെ കോഴ്സ് തീരുമാനിക്കുന്നതിന് മുമ്പ്, ഏത് മേഖലയിലേക്ക് പറഞ്ഞു വിടണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള ക്വാളിറ്റീസ് അവരിൽ ഇൻബിൽറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ മക്കൾ വിജയിക്കും തീർച്ച.